ഇന്നിവിടെ ഒരുപാട് പരിപാടികളാണ്. ഒരു പരിപാടി ഇവിടെ നടക്കില്ല. പേടിക്കും. എന്നെ കണ്ട ആരും പേടിക്കും. ഞാൻ ഗർജിക്കുന്ന സിംഹമാണ്. ഞാൻ സിംഹം. താങ്കൾ ആരാ? മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് പേര്? മൃഗം. അല്ല, മൃഗമല്ല, സാബു. മൃഗം സാബു. എന്താ ചിരിക്കാത്തെ? അല്ല, എനിക്ക് ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പ ചുമ വരും. എനിക്ക് കഫത്തിന്റെ ഒരു അസുഖമുണ്ട്. ശ്രദ്ധയ്ക്ക് ആരുമില്ലെന്ന് ഞാൻ കരുതിയതാ. ശ്രദ്ധയ്ക്ക് ഒരു നാഥനുണ്ടായി. അതെ, എന്താ ഇവിടെ? ഞാനൊരു മാദക നൃത്തം ആടാൻ വന്ന. എനിക്കാണ് നല്ല വയറുണ്ട്. ഒന്ന് മാദക നൃത്തം ആടട്ടെ. ഒരാളിനെ തപ്പിയിരിക്കായിരുന്നു സാറേ. വയറൊക്കെ വെച്ച് കറക്റ്റ് ആയിരിക്കും. സാർ കളിക്കോ? നന്നായിട്ട് കളിക്കും. അത് ശരി, ഞാനൊരു തമാശ പറഞ്ഞപ്പോ അതിനകത്ത് കയറി കളിക്കുക. എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്. ഞാനിവിടെ മൊത്തം സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇവിടത്തെ എല്ലാ മൃഗത്തിന്റെ ലൈസൻസ് ഞാൻ കട്ട് ചെയ്യും മോനെ. അതിന് വണ്ടി ഓടിക്കുന്ന മൃഗങ്ങളൊന്നും ഇവിടെ ഇല്ല സാറേ. ലൈസൻസ് അല്ല, സൈലൻസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സത്യമായിട്ട് ഇവിടെ വണ്ടി ഓടിക്കുന്ന മൃഗങ്ങളില്ല സാറേ. മണ്ടത്തരം പറയാതിരിക്കും. അത് ഞങ്ങളുടെ പണിയാണ്. ഏത് മണ്ടത്തരം പറയല്ലോ? ഇത് ശരിയാവില്ല. അത് ഈ തമ്പ് ഞാൻ പൂട്ടിക്കും മോനെ. ഇവിടെ ഞാൻ നോക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഭാഗപ്പഴ ഉണ്ടെങ്കിൽ തമ്പ് ഞാൻ പൂട്ടിച്ചിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഊഞ്ഞാലാട്ടക്കാരിയാ സാറേ. പൊടി അവിടുന്ന് പൊടി. ഞാൻ വന്നപ്പോ കൊണ്ടുപോയി കൊച്ചിന്റെ മുഖത്ത് വിഷമം, നല്ല വിഷമമുണ്ട്. കംപ്ലീറ്റ് സങ്കടം കരഞ്ഞ് തീർത്തിട്ട് നെഞ്ചത്തിന് പോകാൻ. എന്താ പേര്? രാജ് കലേഷ്. ഇങ്ങനത്തെ പേരൊക്കെ ഇടൂ സാറേ? എന്റെ പേര് പറഞ്ഞ. എടാ, നിന്നോട് ആരാടാ പറഞ്ഞ ഇവിടെ നിന്ന് ഈ ആവശ്യമില്ലാത്ത പേരൊക്കെ വിളിച്ചോ? നീ പോയേ. ഞാൻ പോട്ടെ. നീ പോട്ടെയോ? ഞാനോ? നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ? സോറി, ഞാനും പൊക്കോളാം. ബൈ. അവൻ പോട്ടെയാണെങ്കിൽ നീ മുരിങ്ങൂര്. എന്താ പേര്? ശാന്തി. എന്റെ സമാധാനം കളയും. ശാന്തിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഒന്നും രണ്ടും പറഞ്ഞിരിക്കാം. ഒന്നും രണ്ടും പറഞ്ഞിരിക്കാ സാറേ. പക്ഷെ 6 കഴിഞ്ഞാ പിന്നെ എത്രാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാറേ. ശാന്തി കല്യാണം കഴിച്ചതാണോ? അല്ല സാറേ. എന്താ ചൊവ്വാദോഷ? പേരുദോഷ. ശാന്തി, ഞാൻ അങ്ങ് ഭയങ്കര സന്തോഷവാനാണ്. ഞാനും സാറേ. ആണോ? ശാന്തി ഒരു പൂവാണെങ്കിൽ ഞാൻ അതിനകത്ത് കൂനുള്ള വണ്ടാകും. ശാന്തി കാർമേഘമാണെങ്കിൽ ഞാൻ പെയ്തിറങ്ങുന്ന മഴയാകും. അതെ അതെ അതെ. അപ്പൊ സാറേ, ഞാനൊരു മരമാണെങ്കിലോ? ഞാൻ അതിനകത്ത് കേറിയിരിക്കണ കൊരങ്ങനാവും. ശാന്തി കൊരങ്ങൻ. എന്റെ കൊരങ്ങോ? എന്തോ സാറേ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സാറേ? ചോദിക്ക് ശാന്തി, ചോദിക്ക് ശാന്തി. ചോദിക്കട്ടെ? ചോദിക്ക് സാറേ, സാറ് ഈ തമ്പ് പൂട്ടുവോ സാറേ? തമ്പ് ഞാൻ പൂട്ടും. കാരണം ഇവിടുത്തെ ഒരു വ്യവസ്ഥ ശരിയല്ല. തന്നെയല്ല, ഏറ്റവും കൂടുതൽ എന്നെ വെറുപ്പിച്ച് കളഞ്ഞത് മെനകെട്ടവനാ. അവൻ ഒറ്റൊരുത്തൻ. കാരണം ഈ തമ്പ് ഞാൻ പൂട്ടിച്ചിരിക്കും. പൂട്ടിക്കും. നീ നോക്ക, ഈ തമ്പ് ഞാൻ പൂട്ടിച്ചിരിക്കും. സാറ് പൂട്ടിയോ? പൂട്ടിക്കും. പൂട്ടിക്കോ? പൂട്ടിക്കോടാ? പൂട്ടിക്കും. പൂട്ടിക്കോടാ? പൂട്ടിക്കോ? നീ തമ്പ് പൂട്ടിക്കോടാ? പൂട്ടിക്കോടാ? ഇല്ലെന്നേ. പൂട്ടോ? ഇല്ല. പൂട്ടോ? എന്റെ വീടിന്റെ വാതിൽ പോലും ഞാൻ പൂട്ടൂല. പോരെ? കേട്ടോ? സാറ് എനിക്ക് വേണ്ടി സാറിന്റെ മനസ്സ് തുറന്നിടുവോ? നിനക്ക് വേണ്ടി മനസ്സല്ല, ഞാൻ എന്റെ ഹൃദയം വരെ തുറന്നിടും. ആണ്. ഷർട്ടിന്റെ ബട്ടൺസ് പോലും ഞാൻ ഇടൂല. പോരെ? തുറന്നിട്ടുമ്പോഴേ അവിടെ പട്ടി കയറി പ്രസവിക്കാതെ നോക്കണം. ഒന്നുമില്ല. പോയിക്കോ. ടാറ്റാ. ഇങ്ങോട്ട് ഇറങ്ങി വന്നേ.
തമ്പും വെച്ചോണ്ടിരിക്കുക. നിന്നോടൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വരുമ്പോ ഡീൽ ചെയ്യുന്ന എങ്ങനെയാന്ന് പോലും അറിയത്തില്ല. കേറി അങ്ങ് ഇരുന്നല്ലേ മേളില്. അല്ല ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ ഡീൽ ചെയ്യാൻ ചേച്ചിക്കുള്ള കഴിവ് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇന്ന് ഈ തമ്പ് പൂട്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ പൂട്ടി അങ്ങനെ സീലും അടിച്ചിട്ട് പോയേനെ. ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് താങ്ക്സ് ചേച്ചി. ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ ചേച്ചി അല്ല പുള്ളി ആദ്യം കോമഡി പറഞ്ഞോണ്ടാ ചേച്ചി ഞാൻ കോമഡി പറഞ്ഞത്. ഇതിപ്പോ എന്താ കാര്യം എന്നറിയോ? ഈ തമ്പിന്റെ വാസ്തു ശരിയല്ല. ആണോ? നിങ്ങൾ ആദ്യം വാസ്തു നോക്കിക്കണം. നല്ലൊരു വാസ്തു നോക്കിച്ചായിരുന്നല്ലോ അല്ലേ? ഇല്ലേ, വാസ്തു നോക്കുന്ന കാര്യമല്ല, വാസ്തു നോക്കണം. വാസ്തു നോക്കിയിട്ടില്ല. വാസ്തു നോക്കി ഒരാളെ വിളിച്ച് വാസ്തു നോക്കിച്ചിട്ട് ഇതിന്റെ ദോഷങ്ങളെല്ലാം പരിഹരിക്കണം. ഓ, എവിടെ പിള്ളേരെന്തി? അറുമുഖ ബാബു വാ. അടുത്തതായ ഒരു ഉഗ്രൻ പെർഫോമൻസ് ആണ് നമ്മുടെ വേദിയെ തേടിയെത്തുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞാനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് ഞാനാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ഒരാളാണ്. ഇത് പറയുന്നത് മാത്രമല്ല, ശരിക്കും പ്രവൃത്തിയിലും കാണിക്കുന്ന ആളാണ്. ഓക്കെ, നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ വളരെ റയർ ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരുന്ന അദ്ദേഹം അല്ലേ? പ്രഭാക് മല്ലിക. യെസ്, നമ്മുടെ പ്രഭാക് മല്ലികയാണ് അടുത്തതായി വേദിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആക്ടിന്റെ പ്രത്യേകത, ഇന്നത്തെ ആക്ടും പ്രീമിയർ ഷോ ആണ്. ആദ്യമായിട്ട് ഒരു ടെലിവിഷനിലൂടെ അദ്ദേഹത്തിന്റെ ഈ മാജിക്കും ഇന്നാണ് പുറം ലോകം കാണാൻ പോകുന്നത്. സന്തോഷമായോ? തീർച്ചയായിട്ടും. ചാന്ദിനി, സന്തോഷമായോ? എക്സ്ക്ലൂസീവ് ആണ്. യെസ്, എക്സ്ക്ലൂസീവ് ആണ്. Excited. യെസ്, നമുക്ക് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? വിളിക്കാം. യെസ്, പ്രഭാക് മല്ലിക. This is Grand Magical Circus powered by Kandam Kulati Kunkuma Chandana, the Fairness Oil and Amrita Bindu.